നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം വെറുതെ അവർ റിജക്റ്റ് ചെയ്യാറുണ്ടോ? ഇങ്ങനൊരു സംശയം ഇപ്പോഴും കുറച്ച് പേർക്കുണ്ട്. ശരിക്കും ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് സജീവ് വെഞ്ഞാറമൂടാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: കമ്പനി ഫിറ്റ് ചെയ്ത് വിടുന്ന ഏത് സാധനം മാറ്റിയാലും ഇൻഷുറൻസുകാർ അതിൽ കയറി പിടിച്ച് ക്ലെയിം നിരസിക്കും. ശരിക്കും ഇതുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാറണ്ടി കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇൻഷുറൻസ് അല്ല, വാറണ്ടിയുടെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂലാണെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ഉറപ്പ് പറയാം അങ്ങനെ സംഭവിക്കും. പക്ഷേ ഒരു ഇൻഷുറൻസ് ക്ലെയിമിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല. പക്ഷേ ചില കേസുകൾ സംഭവിക്കും. അതും കൂടി ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനം സ്വിഫ്റ്റാണ്. ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നത്. സ്വിഫ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്വിഫ്റ്റിൻ്റെ മിഡ് വേരിയൻറ്റ്, അതായത് VXi വാഹനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് എനിക്കതിൽ ZXi പ്ലസിൻ്റെ ഹെഡ്ലൈറ്റ്, അതായത് ഏറ്റവും ടോപ്പ് വേരിയൻ്റെ ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ജെന്യുവനായിട്ടല്ല, അത്യാവശ്യം അഡീഷണൽ വയറിംഗ് ഒക്കെ യൂസ് ചെയ്ത് എനിക്കത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം, ഒരു ഫ്രണ്ട് ഹിറ്റ് ഉണ്ടായി, എൻ്റെ ഹെഡ്ലൈറ്റ് പൊട്ടിപ്പോയി, ഒരു സൈഡിലെ ഹെഡ്ലൈറ്റ് പൊട്ടിപ്പോയി, ഒരു എക്സാമ്പിൾ റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് പൊട്ടിപ്പോയി, ബമ്പർ പൊട്ടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിത് ഇൻഷുറൻസ് ക്ലെയിമിൽ കൊടുക്കുന്ന സമയത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൽ വരുന്നതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാർ ഇത് റിജക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ഇത്ര മാത്രമേ ഉള്ളൂ: ഈ ഒരു ഹെഡ്ലൈറ്റ് നമുക്ക് വാറണ്ടിയിൽ പാസ്സാക്കി തരും. പക്ഷേ നമുക്ക് പാസ്സാക്കി തരുന്നത് VXiയുടെ ഹെഡ്ലൈറ്റ് ആണ് പാസ്സാക്കി തരുന്നത്. അതായത് മിഡ് വേരിയൻറ്റിൽ നമുക്ക് വരുന്ന ഏത് ഹെഡ്ലൈറ്റ് ആണോ, അല്ലെങ്കിൽ ആ വാഹനത്തിൽ ഒറിജിനലായിട്ട് വരുന്ന ഹെഡ്ലൈറ്റ് ഏതാണോ, ആ ഒരു ഹെഡ്ലൈറ്റ് മാത്രം നമുക്ക് പാസ്സാക്കി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ വാഹനത്തിൽ ജെനുവിനായിട്ട് വരുന്ന ഏതൊരു പാർട്ടാണെങ്കിലും ആ പാർട്ട് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമിൽ പാസ്സാക്കി കിട്ടുന്നതായിരിക്കും. ഇപ്പം ഞാനൊരു അഡീഷണൽ അലോയ് വീൽ ഇട്ട് കഴിഞ്ഞാൽ ആ അലോയ് വീൽ ആക്സിഡൻറ്റിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ആ വാഹനത്തിന് അത് പാസ്സായി കിട്ടത്തില്ല. പക്ഷേ അതേ സ്ഥാനത്ത് ഞാൻ യൂസ് ചെയ്യുന്നൊരു ZXi പ്ലസ് ആണ്. ആ വാഹനത്തിൽ വരുന്ന ഏതൊരു അലോയ് ആണോ ആ അലോയ് വേണമെങ്കിൽ നമുക്ക് പാസ്സാക്കി എടുക്കാൻ സാധിക്കും. പക്ഷേ ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്തൊരു സാധനം ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. അതായത് അഡീഷണൽ ഫിറ്റ്മെൻറ്റ് എന്താണോ അത് നമുക്ക് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ക്ലെയിം ഒരിക്കലും റിജക്റ്റ് ആയി പോകത്തില്ല. ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. പിന്നെയും ചാൻസസ് വരുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ടയറിൻ്റെ കണ്ടീഷൻ തീരെ മോശമാണ്, അല്ലെങ്കിൽ നമ്മൾ ടയർ അപ്സൈസ് ചെയ്തു, എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ക്ലെയിം റിജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അഡീഷണൽ ആയിട്ടുള്ള ടയർ അല്ലെങ്കിൽ അപ്സൈസ് ടയർ ചെയ്തിട്ടുണ്ട്, ആ ഒരു കാരണം കൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്ലെയിം റിജക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, അങ്ങനെയൊന്നും പൊതുവെ വന്നൊരു ഹിസ്റ്ററി ഇല്ല, വളരെ ചുരുക്കമാണ്. അതായത് ഭയങ്കര ഇതായിട്ടൊക്കെ കാണിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ മാത്രമേ ഉള്ളൂ മിക്കവാറും റിജക്റ്റ് ആയി പോകാറുള്ളൂ ഇതുപോലത്തെ കാര്യങ്ങളിൽ. അല്ലാത്തതെല്ലാം പാസ്സായി കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ ഹെഡ്ലൈറ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞൊരു ട്രൂ ഇൻസിഡൻറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതിനു ശേഷം ഈ പറഞ്ഞതുപോലെ ഒരു ടോപ്പ് വേരിയൻറ്റിൻ്റെ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ആ കസ്റ്റമർ പിന്നെ അത് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വന്നു. ഏകദേശം ഒരു 25,000 രൂപ വരുന്നുണ്ട് ZXi പ്ലസിൻ്റെ ഹെഡ്ലൈറ്റും. അതേ സ്ഥാനത്ത് VXiയുടെ ഹെഡ്ലൈറ്റ് വരുന്ന സമയത്ത് ഒരു 3,800 4,000 രൂപ ആ റേഞ്ചിനകത്ത് വരുന്നില്ല. അപ്പോൾ അത്രയും ഹ്യൂജ് ഡിഫറൻസ് വരുന്നുണ്ട്, ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ അഡീഷണൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമിൽ നിന്ന് ഒരിക്കലും അത് കിട്ടുന്നതായിരിക്കത്തില്ല. അല്ലാതെ ക്ലെയിം ഒരിക്കലും റിജക്റ്റ് ആയി പോകുക അല്ലെങ്കിൽ കിട്ടാതിരിക്കുക ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ വാറണ്ടിയുടെ കേസ് പറയുന്ന സമയത്ത് വാറണ്ടിക്കകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഹെഡ്ലൈറ്റിൽ മിസ്റ്റ് പിടിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ അഡീഷണൽ ഒരു ഹെഡ്ലൈറ്റ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കിട്ടത്തില്ല. ഇനിയിപ്പം ഇതുപോലെ എന്താ പറയുന്നത്, ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ അഡീഷണലായിട്ട് മാറ്റം വരുത്തിയതിന് ശേഷം, ഇപ്പം നമുക്ക് ജെന്യൂനായിട്ട് വരുന്നൊരു ഹെഡ്ലൈറ്റ്, അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് നമ്മൾ റീപ്ലേസ് ചെയ്തു. ബൾബ് റീപ്ലേസ് ചെയ്തതിന് ശേഷം തൊട്ട് നമുക്ക് മിസ്റ്റ് പിടിക്കുന്നൊരു പ്രോബ്ലം വരുന്നുണ്ട്. നമ്മൾ കൊണ്ട് കാണിച്ചു, ചെക്ക് ചെയ്തിട്ട് ആ ബൾബ് മാറിയോണ്ടാന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നമുക്കത് വാറണ്ടിയിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ നമുക്ക് ബെയറിങ്ങിന് ഒരു കംപ്ലയിൻറ്റ് വന്നു. ഇപ്പോൾ ഫ്രണ്ട് വീൽ ബെയറിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ട്, സൗണ്ട് വരുന്നുണ്ട്. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു അപ്സൈസ് ടയറാണ്. വാറണ്ടി ഉറപ്പായിട്ടും നമുക്ക് ആ വാറണ്ടി റിജക്റ്റ് ആയി പോകത്തുള്ളൂ, ഒരു കാരണവശാലും വാറണ്ടി കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് നോക്കി നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഹെഡ്ലൈറ്റ് മാറുന്നതിൻ്റെ ഒരു വീഡിയോ, അതായത് സ്വിഫ്റ്റിൻ്റെ ഹെഡ്ലൈറ്റ് മാറുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ VXi വേരിയൻ്റെ ZXi പ്ലസിലോട്ട് കൺവേർട്ട് ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഡേറ്റ അവസാനം ഞാൻ പിൻ ചെയ്തിട്ടേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക.